129 രൂപ പെർ മീറ്ററിൽ വരുന്ന കലങ്കാരി ഫാബ്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കലങ്കാരി വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി ഡിമാൻഡായി മാറി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിരുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 30s കലങ്കാരിയും കൊണ്ടുവന്നിരുന്നു, 60s കലങ്കാരിയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി. വീഡിയോ ഔട്ടാവുന്ന ദിവസം ഒത്തിരി കംപ്ലൈൻ്റ് ഒക്കെ വന്നിരുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറയുന്നത് ഞാൻ കമൻറ്റ് വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചധികം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. 30s by 30s ആയിട്ടുള്ള കലങ്കാരിയാണ്. അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു 30s by 30s ആയിട്ടുള്ളത്. 60s by 60s ആകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് 30s ആണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സമ്മർ സീസൺ അടുത്ത് വരുന്നത് കൊണ്ട് കുറച്ചും കൂടി കംഫർട്ടായിട്ട് വെയർ ചെയ്യാനായിട്ട് ലൈനിങ് ഒഴിവാക്കുന്ന ഫാബ്രിക് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 129 റുപ്പീസ് പെർ മീറ്ററിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റീസണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ക്വാളിറ്റി കുറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നമുക്കിതെല്ലാം തന്നെ കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തുടങ്ങാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നത് കലങ്കാരിയിൽ തന്നെ ഒരു മെറൂൺ, ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത് ഒരു പേസ്ലി പ്രിൻ്റ് അഥവാ മാംഗോ പ്രിൻറ്റിലാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇതുവരെയും വരാത്തൊരു കളറാണ്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്, ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. 129 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. വിഡ്ത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കലങ്കാരി കോട്ടൺ ആയതുകൊണ്ട് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഷെയ്ഡ്സും ഒക്കെ പ്രിൻറ്റ്സും ഒക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ചിക്കു ഷെയ്ഡിനകത്ത് തന്നെ ലീഫ് പ്രിൻറ്റിലുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതും ഒരു ചിക്കു ഷെയ്ഡിനകത്തൊരു മസ്റ്റാർഡ് യെല്ലോയും അതുപോലെ തന്നെ ബ്ലാക്കും ആഷും കളറിലുള്ള പ്രിൻറ്റുകളാണ് പോകുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. 129 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ചിക്കുവിൽ തന്നെ വേറെ ഡിസൈനാണ്. എല്ലാം ഡിഫറെൻറ്റ് ഡിസൈൻസാണ് കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ്. ഇങ്ങനെയാണിത് വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് 129 റുപ്പീസ് പെർ മീറ്റർ തന്നെയാണ്. 44 ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ്. അതിനകത്ത് തന്നെ മസ്റ്റാർഡ് യെല്ലോയും ബ്ലൂ ഒക്കെ വരുന്നുണ്ട്. എല്ലാം തന്നെ പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണേ. ഇങ്ങനെയാണിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രേയും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള കളറാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് എല്ലാം തന്നെ. കുറേ കലങ്കാരി ലവേഴ്സ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ വീഡിയോയിൽ പറഞ്ഞു തരാവുന്നതിൻ്റെ എല്ലാം ഞാൻ പറയുന്നുണ്ട്. പരിപരുത്ത കോട്ടൺ ആണ്. കലങ്കാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പരിപരുപ്പുള്ളൊരു കോട്ടൺ തന്നെയാണ്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെഡും അതുപോലെ ബ്ലൂവും യെല്ലോയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറിലാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗണും മസ്റ്റാർഡ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലാണ് കേട്ടോ നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 129 റുപ്പീസ് പെർ മീറ്ററിൽ ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നത് കോഫി ബ്രൗണിൻ്റെ തന്നെ വേറൊരു ടോണാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ യെല്ലോയും ബ്ലൂവും കളറിലുള്ള പ്രിൻറ്റുകളാണ് പോകുന്നത്. എങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിനകത്ത് പോയിട്ടുള്ളത് യെല്ലോയും ബ്ലൂവും കളറിലുള്ള പ്രിൻറ്റുകളാണ്. നമ്മളിന്ന് കണ്ടത് കലങ്കാരിയിൽ, പ്യുവർ കലങ്കാരിയിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 30s by 30s ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ്. 129 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്.
നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.